പതനകോൺ കൂടുന്നതിനനുസരിച്ച് അപവർത്തന കോണും കൂടുന്നു. പതനകോൺ കൂടുന്നതിന് അനുസരിച്ച് അപവർത്തന കോണും കൂടുന്നു. പതനകോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാതം ഒരു സ്ഥിരസംഖ്യയായിരിക്കും. ഈ സ്ഥിരസംഖ്യ അറിയപ്പെടുന്നത് അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ പതനകോൺ കൂടുന്നതനുസരിച്ച് അപവർത്തന കോണും കൂടുന്നു. ഈ പതനകോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാതം ഒരു സ്ഥിരസംഖ്യയായിരിക്കും. ആ സ്ഥിരസംഖ്യ പറയുന്ന പേരാണ് അപവർത്തനാങ്കം. സൈൻ ഐ ബൈ സൈൻ ആർ ഇസിക്കൽ ടു അപവർത്തനാങ്കം. അത് സൈൻ ഐ ബൈ സൈൻ ആർ ഇസിക്കൽ ടു അപവർത്തനാങ്കം. സൈൻ സ്നെൽ നിയമം എന്താണ് സ്നെൽ നിയമം? ഒരു പതനകോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാത വില ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ഇതാണ് സ്നെൽ നിയമം. സ്നെൽ നിയമം എന്താ പറയുന്നത്? പതനകോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാത വില ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ഇതാണ് സ്നെൽ നിയമം. സൈൻ ഐ ബൈ സൈൻ ആർ ഇസിക്കൽ ടു അപവർത്തനാങ്കം. അതാണ് സ്നെൽ നിയമം. ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാങ്കം അറിയപ്പെടുന്നതാണ് ആപേക്ഷിക അപവർത്തനാങ്കം. അപ്പോൾ ഒരു മറ്റൊരു മാധ്യമത്തിനോട് നമ്മൾ അപേക്ഷിച്ചുള്ള അപവർത്തനാങ്കം അറിയപ്പെടുന്നതാണ് ആപേക്ഷിക അപവർത്തനാങ്കം. നമ്മൾ താരതമ്യപ്പെടുത്തി പറയുമ്പോൾ അത് ആപേക്ഷിക അപവർത്തനാങ്കമാണ്. ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കത്തെ വിളിക്കുന്നത് കേവല അപവർത്തനാങ്കം. ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കത്തെ വിളിക്കുന്നതാണ് കേവല അപവർത്തനാങ്കം. അപ്പം ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാങ്കമാണ് ആപേക്ഷിക അപവർത്തനാങ്കം. അപ്പം അത് ശൂന്യതയെ അപേക്ഷിച്ചാണെങ്കിൽ ആ മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കത്തെ വിളിക്കുന്നത് കേവല അപവർത്തനാങ്കം. കേവല അപവർത്തനാങ്കം കാണാനായിട്ട് പ്രകാശത്തിലെ വായുവിലെ വേഗം ബൈ പ്രകാശത്തിലെ മാധ്യമത്തിലെ വേഗം. അപ്പോൾ പ്രകാശത്തിലെ വായുവിലെ വേഗത്തിനെ അടിസ്ഥാനമാക്കിയാണ് കേവല അപവർത്തനാങ്കം പറയുന്നത്. അപ്പം പ്രകാശത്തിലെ വായുവിലെ വേഗത്തിനെ പ്രകാശത്തിലെ മാധ്യമത്തിലെ വേഗം കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് കേവല അപവർത്തനാങ്കം അല്ലെങ്കിൽ സി ബൈ ബി കിട്ടുന്നത്. സി ബൈ ബി ആണ് കേവല അപവർത്തനാങ്കം. സി എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ വായുവിലെ വേഗം, വി എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ മാധ്യമത്തിലെ വേഗം. അപ്പോൾ ഗ്ലാസിൻ്റെ അപവർത്തനാങ്കം ഇപ്പം എങ്ങനെ കാണാൻ? ഗ്ലാസിൻ്റെ പ്രകാശത്തിലെ വായുവിലെ വേഗം എന്ന് പറയുന്നത് 3 മാധ്യമം. അപ്പം ഗ്ലാസിൻ്റെ അപവർത്തനാങ്കം എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 3/2 1.5 എന്ന് വരും. അതുപോലെ തന്നെ ജലത്തിൻ്റെ അപവർത്തനാങ്കം 4/3 അതായത് 1.33 എന്ന് വരും. ഇനി വജ്രത്തിൻ്റെ അപവർത്തനാങ്കവും 3/1.25 എന്ന് വരും, അതായത് 2.4. അപ്പം ഗ്ലാസിൻ്റെ അപവർത്തനാങ്കം ചോദിച്ചാൽ 1.5, ജലത്തിൻ്റെ അപവർത്തനാങ്കം 1.33, വജ്രത്തിൻ്റെ അപവർത്തനാങ്കം 2.4. ഇനി ബാക്കിയുള്ള നോക്കാം. ഗ്ലിസറിൻ്റെത് 1.47 1.47 ഗ്ലിസറിൻ. സൺഫ്ലവർ ഓയിലും 1.47 അപ്പോൾ ഗ്ലിസറിൻ 1.47, സൺഫ്ലവർ ഓയിൽ 1.47, ഫ്ലിൻറ്റ് ഗ്ലാസ് 1.62, ഫ്ലിൻറ്റ് ഗ്ലാസ് 1.62, ക്രൗൺ ഗ്ലാസ് 1.52, ക്രൗൺ ഗ്ലാസ് 1.52, വായു 1.003, വായുവിൻ്റെത് 1.0003, മണ്ണെണ്ണ 1.44. അപ്പം ഗ്ലാസിൻ്റെ അപവർത്തനാങ്കം 1.5, ജലത്തിൻ്റെ അപവർത്തനാങ്കം 1.33, വജ്രത്തിൻ്റെ അപവർത്തനാങ്കം 2.4, ഗ്ലിസറിൻ്റെതും സൺഫ്ലവർ ഓയിലിൻ്റെതും 1.47, ഫ്ലിൻറ്റ് ഗ്ലാസിൻ്റെത് 1.62, ക്രൗൺ ഗ്ലാസിൻ്റെത് 1.52, വായുവിൻ്റെ 1.0003, മണ്ണെണ്ണയുടെ അപവർത്തനാങ്കമാണ് 1.44. പ്രാകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രാകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതനകോൺ അറിയപ്പെടുന്നത് ക്രിട്ടിക്കൽ കോൺ. അപ്പം അപവർത്തന കോൺ 90 ഡിഗ്രി ആകുന്ന സമയത്ത് ഉള്ള പതനകോണാണ് ക്രിട്ടിക്കൽ കോൺ. അതായത് സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തന കോണ് 90 ഡിഗ്രി ആകുന്ന സന്ദർഭത്തിൽ പതനകോണിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത്. പ്രാകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ, അപ്പോൾ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിഫലിക്കുന്ന പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിപതനം. എന്താണ് പൂർണ്ണാന്തര പ്രതിപതനം? പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തന വിധേയമാകത്തില്ല. അപവർത്തന വിധേയമാകാതെ ആ മാധ്യമത്തിലേക്ക് പ്രതിഫലിക്കുന്ന പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിപതനം. പ്രകാശക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ പ്രകാശരശ്മി കടക്കുമ്പോൾ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ പ്രകാശരശ്മി അതാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകുന്നില്ല, അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിപദിക്കുന്നു. ഇതിനാണ് പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയുന്നത്. അക്വേറിയത്തിന്റെ അടിത്തട്ട് ജലോപരിതലത്തിൽ പ്രതിഫലിക്കുന്നതിന് കാരണം പൂർണ്ണാന്തര പ്രതിപതനമാണ്. അക്വേറിയത്തിന്റെ അടിത്തട്ട് ജലോപരിതലത്തിൽ പ്രതിഫലിക്കുന്നതിന് കാരണം എന്താണ്? പൂർണ്ണാന്തര പ്രതിപതനം.
ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോണളവാണ് 42 ഡിഗ്രി. ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോണളവ് 42 ഡിഗ്രി. ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണളവ് 48.6 ഡിഗ്രി. ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോണളവ് ചോദിച്ചാൽ അത് 42 ഡിഗ്രിയാണ്. ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണളവ് 48.6 ഡിഗ്രിയാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ പ്രവർത്തന തത്വവും പൂർണ്ണാന്തര പ്രതിപതനമാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ പ്രവർത്തന തത്വം പൂർണ്ണാന്തര പ്രതിപതനം.